എല്ലാവർക്കും നമസ്കാരം. +1 +2 ഫിസിക്സ് എന്നുള്ള നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്. കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതായത് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ തിയറി നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അപ്ലിക്കേഷൻസും പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിവിടെ വർക്കൗട്ട് ചെയ്യാം. 1 by 1 ആയിട്ട് ലെറ്റ് us do them 1 by 1. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. So first question is, the velocity of light c, constant of gravitation g and Planck's constant h are be chosen as fundamental units. The dimensions of mass in the new system will be. അതായത് ഈ ചോദ്യം, ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഇത് ഇവിടുത്തെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ലെങ്ത്, മാസ്, ടൈം ഉൾപ്പെടെ 7 ആൾക്കാരുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ്, അവരുടെ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരാളൊരു പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അയാളുടെ ആ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ നിലവിലുള്ള വെലോസിറ്റി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിറൈവ്ഡ് ആണ്, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ഡിറൈവ്ഡ് ആണ്. ഇവരെയൊക്കെ അയാൾ ഫണ്ടമെൻ്റലാക്കി മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മുടെ ഫണ്ടമെൻ്റലിൻ്റെ ലിസ്റ്റിലുള്ള മാസ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയായി മാറും. കാര്യം ശരിക്കും മനസ്സിലായോ? മാസ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, ബട്ട് സംബഡി ഹാസ് ഡിവൈസ്ഡ് എ ന്യൂ സിസ്റ്റം ഇൻ വിച്ച് സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് വിച്ച് വി നൗ കൺസിഡർ ആസ് ഡിറൈവ്ഡ് ആർ ഫണ്ടമെൻ്റൽ. സോ മാസ് വിച്ച് ഈസ് നൗ എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വിൽ ഹാവ് ടു ബിക്കം എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ മാസ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയായി മാറും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ മാറിയ ഉടനെ തന്നെ അയാൾക്ക് ഡയമെൻഷൻ ഫോർമുല ഉണ്ടാവും. കാരണം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ എന്ത് മാത്രമേ ഉള്ളൂ? സിമ്പിൾ മാത്രമേ ഉള്ളൂ, ഡയമെൻഷൻ സിമ്പിൾ മാത്രമേ ഉള്ളൂ. ആർക്കാണ് ഡയമെൻഷൻ ഫോർമുല? ഡയമെൻഷൻ ഫോർമുല ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾക്കാണ്. അപ്പോൾ മാസ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയായി മാറി പുതിയ സിസ്റ്റത്തിൽ, അപ്പോൾ അയാൾക്കൊരു ഡയമെൻഷൻ ഫോർമുല ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. സോ ലെറ്റ് us റൈറ്റ് മാസ് m പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് c raised to a, then gravitational constant g raised to b, Planck's constant h raised to c. ഇനി എന്ത് വേണം? കോൺസ്റ്റൻ്റ് മാറ്റി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു എഴുതണം. സോ m ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് k ഇൻറ്റു c raised to a, g raised to b, h raised to c. അടുത്ത സ്റ്റെപ്പ് എന്താ? റീപ്ലേസ് ദ ക്വാണ്ടിറ്റീസ് വിത്ത് ഐദർ ദെയർ ഡയമെൻഷൻ സിമ്പിൾ ഓർ വിത്ത് ദി ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ എമ്മിന് വേറെ നമ്മൾ എന്ത് എഴുതും? മാസിൻ്റെ ഡയമെൻഷൻ സിമ്പിൾ എഴുതും m. കോൺസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല, ഈ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഫോർമുല ഇല്ലാത്ത ആളാണ്. സി വെലോസിറ്റി lt raised to -1 whole raised to a, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് m raised to -1 l³ t raised to -2 whole raised to b. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് അയാളുടെ ഡയമെൻഷൻ ഫോർമുല ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. എന്താണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ? ആംഗുലർ മൊമെൻറ്റം മീൻസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. m എന്ന് പറഞ്ഞാൽ മാസാണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ആൻഡ് r എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ല, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു m, എന്തെങ്ങനെ എഴുതാം? ഒരുമിച്ച് എഴുതാം, ml² t raised to -1. ഇതാണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല. ഇത് തന്നെയാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഫോർമുല. ഇത് പ്രധാനപ്പെട്ട റിസൾട്ടാണ്. 1-2 തവണ കേരള എൻട്രൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആംഗുലർ മൊമെൻറ്റം ഹാസ് ദ സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ml² t raised to -1 whole raised to c. ഇനി നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ട് സിമിലർ ടേംസിനെയൊക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലും ടിയും ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? m raised to 1 l raised to 0 t raised to 0 എന്ന് എഴുതും. വലതുവശത്തൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. m raised to ഇവിടെ -a -b, അവിടെ +c. സോ m raised to -b + c. അടുത്ത് l raised to ഇവിടെ ആരാ? a + 3b + 2c. ഇനി ബാക്കി ആരുണ്ട്? t raised to ഇവിടെ ആരാണത്? -a -2b -c. ക്ലിയർ ആയോ? m raised to -a + c, l raised to a + 3b + 2c, t raised to -a -2b -c. ഇനി നമുക്ക് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പറയാം. എന്താ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ? സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം ഡയമെൻഷൻസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ നമുക്കൊന്ന് എഴുതാം.
ഒന്ന് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നോക്കാം. സിമിലർ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ആദ്യം എമ്മിൻ്റെ ഇക്വേറ്റ് ചെയ്യാം. -b + c = 1. അടുത്തത് a + 3b + 2c = 0. അടുത്തത് -a - 2b - c = 0 എന്നാണ്. അപ്പോൾ എല്ലാം പ്ലസ് ആക്കാം. സോ a + 2b + c = 0. ക്ലിയർ ആയോ? ഇനി ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us subtract equation number 3 from equation number 2. 3നെ 2ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ a ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും? b + c = 0 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഈ 3നെ 2ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ a ക്യാൻസൽ ചെയ്യും. 3b - 2b b, 2c - c c = 0. ഇനി ഇത് രണ്ടും തമ്മിലൊന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ അതായത് 1 + 4 എന്ത് കിട്ടും? -b + b ക്യാൻസൽ ആയി പോയി. 2c = 1, therefore c = 1/2. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് റിസൾട്ട്. നമ്മുടെ ആദ്യത്തെ റിസൾട്ട് കിട്ടി. c = 1/2 എന്ന് കിട്ടി. ക്ലിയർ ആയോ? എന്നാൽ ഞാൻ ഇതൊന്ന് മായ്ക്കാം. ഈ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് മായ്ക്കാം. അടുത്ത് ഇവിടെ എഴുതാൻ വേണ്ടി സ്ഥലം വേണ്ട, നമുക്കിത് അങ്ങോട്ട് മായ്ച്ച് കളയാം. ഈ ഭാഗം ക്ലീൻ ചെയ്യാം ബോർഡിൻ്റെ. എന്നിട്ട് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് c = 1/2 കിട്ടി. ഇവിടെ കൊടുക്കൂ. സോ -b + 1/2 = 1. സോ -b = എത്ര വരും? 1/2. സോ b = -1/2. അപ്പോൾ സിയും കിട്ടി, ബിയും കിട്ടി. c 1/2 എന്ന് കിട്ടി, b -1/2 എന്ന് കിട്ടി. ഇനി a അല്ലേ വേണ്ടു? ഇവിടെ കൊടുത്താൽ മതി. കൊടുക്കൂ. നമുക്ക് ഈ രണ്ട് വാല്യൂ എടുത്തിട്ട് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ a + 2b + 2 × -1/2 + c + 1/2 = 0. So a - 1 + 1/2 = 0 or a = 1/2. അപ്പം മൂന്നാളെയും കിട്ടി. a = 1/2, b = -1/2, c = 1/2. ഇവരെ മൂന്നുപേരും നമ്മൾ ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ലെറ്റ് us substitute them there. അപ്പോൾ എന്ത് കിട്ടും? ഇതൊക്കെ ഒന്ന് മായ്ക്കാം. അപ്പോൾ നമ്മുടെ വാല്യൂസ് മാത്രം നമുക്ക് ഓർത്താൽ മതി. ഇനി a = 1/2, b = -1/2, c = 1/2. അവിടെ കൊടുക്കൂ. സോ m = a constant into c⁻⁴ a ആരാണ്? 1/2. അടുത്തത് g⁻b, b ആരാണ്? -1/2. h⁻c ആരാ? 1/2. സോ ദിസ് ഈസ് m = a constant k into, നമുക്ക് എങ്ങനെ എഴുതാം? c⁻½ h⁻½ ഇങ്ങനെ എഴുതാം. c⁻½ h⁻½ divided by g⁻². g⁻⁻½ is 1/g⁻². x⁻n is -n is 1/x⁻n. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു k × hc/g. ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല, ഡയമെൻഷൻ ഫോർമുല ഓഫ് മാസ്. സോ k × hc/g. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. അതിൽ നമുക്ക് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വഴിക്ക് മാത്രമേ പറ്റൂ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. സോ കെയുടെ എമ്മിൻ്റെ ഡയമെൻഷൻ ഫോർമുല √hc/g. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടോ? അതെന്താ അറിയോ? അത് നമുക്കറിയാം. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എഴുതാം. എന്താ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? F = gm²/d². ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പോൾ m² = fd²/g എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ fd² പകരം fd × d / g എന്ന് എഴുതുക. ആരാണ് f × d? ഫോഴ്സ് × ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്കാണ്. അപ്പോൾ നമുക്കിതിനെ w × d/g എന്ന് എഴുതാം. നമുക്കറിയാം വർക്ക് ഈസ് നത്തിങ് ബട്ട് എനർജി. എനർജി ഈസ് ദ കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക്. ദർ ഈസ് എ തിയറം കോൾഡ് വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അങ്ങനെ ഒരു തിയറം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിന് വരെ എനർജി എന്ന് എഴുതാം. സോ ദിസ് ഈസ് E × d/g എന്ന് എഴുതി. E എന്ന് പറഞ്ഞാൽ എനർജിയാണേ, ഇലക്ട്രിക് ഫീൽഡ് അല്ല കേട്ടോ. എനർജി നമുക്കൊരു ഫോട്ടോണിനെ കൺസിഡർ ചെയ്യാം. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പാർട്ടിക്കിളാണ് ഫോട്ടോൺ. എനർജി കാരിയറാണ്. കാരിയർ ഓഫ് എനർജിയാണ് ഫോട്ടോൺ. എവറി ഫോട്ടോൺ ക്യാരീസ് ആൻ എമൗണ്ട് ഓഫ് എനർജി ഈക്വൽ ടു h nu.
അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇക്ക് പകരം എനർജിയാണ് ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ ബൈ ഇൻറ്റു ഡി ബൈ ജി എന്ന് എഴുതാം. ഇവിടെ ആരാണ് എച്ച്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ന്യൂ ആരാ? ഫ്രീക്വൻസി. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലൊരു ബന്ധമുണ്ട്. ഫ്രീക്വൻസി ഈസ് 1/t. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് d/t ഡിവൈഡഡ് ബൈ ജി. ന്യൂവിന് പകരം 1/t. അപ്പോൾ d/t ന്യൂ ഇൻറ്റു ഡിക്ക് പകരം നമ്മൾ d/t എന്ന് എഴുതി, ഹോൾ ഡിവൈഡഡ് ബൈ ജി. ഇനി പറയൂ, ആരാണ് d/t? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, വെലോസിറ്റി. ആരുടെ വെലോസിറ്റി? ഫോട്ടോണിൻ്റെ വെലോസിറ്റി. ഫോട്ടോണിൻ്റെ വെലോസിറ്റി പറഞ്ഞാൽ ആരുടെ വെലോസിറ്റിയാണ്? ലൈറ്റിൻ്റെ വെലോസിറ്റി. സോ ദിസ് ഈസ് hc/g. ഇതാണ് m². അപ്പം നോക്കൂ, നമ്മുടെ എം ആരാ? √hc/g. ഇതല്ലേ നേരത്തെ നമുക്ക് കിട്ടിയ റിസൾട്ട്. നേരത്തെ നമ്മൾ ഡയമെൻഷൻ ഫോർമുലയൊക്കെ എഴുതി ഇത്രയും കഷ്ടപ്പെട്ട് ഹോമോജനിറ്റി പ്രിൻസിപ്പിളൊക്കെ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് തന്നെയല്ലേ. സോ ദിസ് ഈസ് എ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ഗെറ്റിംഗ് ദി ഡയമെൻഷൻ ഫോർമുല ഓഫ് മാസ്. അതേ പ്രോബ്ലത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഉത്തരം കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ്. ക്ലിയർ ആയോ? ഓക്കെ. നൗ ലെറ്റ് us look at the next problem. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The energy, velocity and time are chosen as the fundamental quantities. Dimensions of surface tension will be represented as എനർജി, വെലോസിറ്റി ആൻഡ് ടൈം. നമ്മൾ മുമ്പ് അതേ ചോദിക്കുന്ന പോലെ തന്നെയാണത്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സർഫസ് ടെൻഷൻ ആരുടെയൊക്കെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യണു? എനർജിയുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യണു, വെലോസിറ്റിയുടെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യണു, ടൈമിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യണു. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്നാണ് ചോദ്യം. സോ ആസ് വി ഹാവ് സീൻ പ്രീവിയസ്ലി, നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. e⁻a, v⁻b, t⁻c. ഇനി എന്ത് വേണം? ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഒന്നുമില്ലെങ്കിൽ അവരുടെ ഡയമെൻഷൻ സിമ്പലും ഉണ്ട്, അല്ലെങ്കിൽ ഫോർമുല കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആരാ? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്മളതിനെപ്പറ്റി കൂടുതലായിട്ട് ഈ വർഷം പഠിക്കും. ഒരു ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സർഫസ് ടെൻഷനെ പറ്റി വിശദമായിട്ട് പഠിക്കും. ഫോഴ്സ് ബൈ ലെങ്ത് ആണെന്ന് മാത്രം തൽക്കാലം ഓർമ്മ വയ്ക്കുക. mL(T⁻⁻2) ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ എൽ വെട്ടിപ്പോവും. ദിസ് ഈസ് mt⁻². ഇതാണ് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ ഫോർമുല. mt⁻². ദിസ് ഈസ് ഈക്വൾ ടു കോൺസ്റ്റൻ്റ് ഡയമെൻഷനിൽ എനർജി പറഞ്ഞ വർക്കാണ്. വർക്ക് mL²T⁻²) ഹോൾ റേസ് ടു എ. വെലോസിറ്റി L(T⁻²) ഹോൾ റേസ് ടു ബി. ടെമ്പറേച്ചർ ഡയമെൻഷൻ സിമ്പൽ ടി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡയമെൻഷൻ സിമ്പൽ ടി, ഫോർമുലയല്ല സിമ്പലാണുള്ളത്. ബ്രാക്കറ്റ് മാറ്റുക, സിമിലർ ടേംസിനെ ഗ്രൂപ്പ് ചെയ്യാം. സോ mt⁻² ഈക്വൽ ടു m⁻². ഇവിടെ എ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. m⁻². L⁻². ആരൊക്കെയുണ്ട് എല്ലിന്? L⁻², m⁻², L⁻². നമുക്ക് നോക്കാം. 2a + b, 2a + b. ഇനി അവശേഷിക്കുന്ന ആളാരാ? ടി ആണ്. t⁻²-2a - b + c. ഒരു ടേം കൂടി ഉണ്ട്. എല്ലാറ്റിലും ടി ഉണ്ട്, + c. ഇപ്പം 3 ടേമായി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. mL⁻², t⁻². മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി എഴുതുന്നത് മാത്രമല്ല, എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പ്രാക്ടീസ് ഉണ്ടാവും തോറും നമുക്കിതിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ ബിഗിനിങ്ങിൽ നമുക്കൊരു ടേം മിസ്സാവാതിരിക്കാൻ, ഒരാളുടെ ഡയമെൻഷൻസ് മിസ്സാവാതിരിക്കാൻ ആ ഇല്ലാത്ത ആളുടെ നേരെ പവർ (0) എന്ന് എഴുതുന്നത് നല്ലതാണ്. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം ഡയമെൻഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എമ്മിൻ്റെ ഡയമെൻഷൻ കമ്പയർ ചെയ്താൽ a = 1 എന്ന് കിട്ടും. a = 1. അടുത്തത് എന്താണ്? 2a + b = 0. 2a + b = 0. അപ്പോൾ a 1 ആണ്. സോ b = -2. a = 1, b = -. a 0 കൊടുത്താൽ a = 1 കൊടുത്താൽ 2a + b = 0, 2 + b = 0, b = -2. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുക. ടിയുടെ ഡയമെൻഷൻ കമ്പയർ ചെയ്യുക. -2a - b + c = -2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എക്ക് പകരം 1 കൊടുക്കും, -2. ബിക്ക് പകരം -2 +2 + c = -2. അപ്പോൾ എന്ത് കിട്ടി? c = -2 എന്ന് കിട്ടി. സോ a = 1, b = -2, c = -2. അപ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ഫോർമുല, ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതാം? ഇവിടെ മാറ്റാം.
സോ ഇതങ്ങോട്ട് മാച്ച് കളയാം നമുക്ക്. I shall remove this, erase this part of what I have written. So S is equal to constant വേണ്ട e raised to a ആരാ a is 1, b raised to ആരാ b minus 2, t raised to c ആരാ minus 2. So this is our final answer. e raised to 1, b raised to minus 2, t raised to minus 2. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് modify the s is equal to e raised to 1 constant and of course b divided by എന്താ എഴുതാം e എന്ന് മാത്രം എഴുതിയാൽ മതി, e by v square t square. of course ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേണം, s is equal to a constant k into, that is our final answer. Constant ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, constants cannot be, values of the constants cannot be determined by this method. They have to be determined separately by conducting experiments. അത് നമ്മൾ വേറെ തന്നെ കണ്ടുപിടിക്കണം. So that is our second example. Clear ആയോ? മനസ്സിലായോ? Okay. So let us now proceed to the next one. അടുത്തതിലേക്ക് പോവാം. വായിക്കാം. This is the number of particles n crossing unit area perpendicular to x-axis in unit time is given by n equal to minus d into n2 minus n1 by x2 minus x1, where n1 and n2 are the number of particles per unit volume at x1 and x2. Dimensions of d called diffusion constant r. So നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട്, n equal to minus d into n2 minus n1 divided by x2 minus x1. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫോർമുല. ഇനി ഇതിൽ ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡി എന്ന് പറയുന്ന സാധനം ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ആണ്. നമ്മളോട് ഡിഫ്യൂഷൻ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ആർ n1 and n2? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഒരു സ്ഥലത്ത് കൂടെ യൂണിറ്റ് ഏരിയയിൽ കൂടെ യൂണിറ്റ് ടൈമിൽ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് n. What are n1 and n2? n1 and n2 are the particles per unit volume at x1 and x2. x1 x2 പറയുന്ന രണ്ട് പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിലിണ്ടറോ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു എന്ന് വിചാരിച്ചോ, ഇതിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസാണത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ് x1 എടുത്താൽ ഇവിടെ ഒരു പോയിന്റ് x2 എന്ന് എടുത്തു. അങ്ങനെയാണ് x1 x2 പറയുന്ന രണ്ട് പോയിന്റുകളിൽ കൂടെ യൂണിറ്റ് ടൈമിൽ കടന്നു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അവരുടെ എണ്ണമാണ് എന്ത് n1 n2. അപ്പോൾ x1ഉം x2 ഈ രണ്ട് പോയിന്റുകളാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം, അതോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോള്യൂം ഇൻ യൂണിറ്റ് ടൈം. എന്താ പറഞ്ഞിരിക്കണം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സിസ് ഇൻ യൂണിറ്റ് ടൈം, അതാണ് n. പക്ഷേ n1 n2 എന്താണ്? ദേ ആർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോള്യൂം. സോ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ നമുക്കിതൊന്ന് ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റിന് ഒരു ഫോർമുല ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു, ഫോർഗെറ്റ് അബൌട്ട് ദ നെഗറ്റീവ് സൈൻ, അതിൽ വലിയ അർത്ഥമില്ല, x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ n2 മൈനസ് n1. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി ഈ ഫോർമുലേനെ. ഇനി നമുക്ക് ഓരോരുത്തരുടേതായിട്ട് ഡയമെൻഷൻസ് എഴുതാം തന്ന ഡാറ്റ വെച്ചിട്ട്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. സോ അതൊരു നമ്പറാണ്. സോ നമ്പർ എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ്റെ ആവശ്യമില്ല, ബൈ ഏരിയ, നമ്പർ ബൈ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ തന്നെ എഴുതാം, നമ്പർ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. സോ ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതൂ, നമ്പർ ബൈ എൽ സ്ക്വയർ ഏരിയ ഇൻറ്റു ടൈം. സോ ഇയാളുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? l raised to minus 2 t raised to minus 1. അതാണ് n-ൻ്റെ ഡയമെൻഷൻ ഫോർമുല. ക്ലിയർ ആയോ? നമ്പർ ബൈ ഏരിയ ഇൻറ്റു ടൈം. ഇനി അടുത്ത ആരാ? x2 മൈനസ് x1. വളരെ സിമ്പിളാണ്. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് x2 ഇത് x1, അപ്പോൾ ആ ദൂരം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ലെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു l. ഡയമെൻഷൻ സിമ്പിൾ ഈസ് l. ഇനി അടുത്തത് ആരാണ്? n2 മൈനസ് n1 ആണ്. n1 എന്ന് പറഞ്ഞാൽ ആരാ? n1 n2 ആരാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോള്യൂം ഇൻ യൂണിറ്റ് ടൈം. സോ നമ്പർ ബൈ വോള്യൂം ഇൻറ്റു ടൈം. സോ n2 മൈനസ് n1 എന്ന് പറഞ്ഞത് ഇത് കൂടെ യൂണിറ്റ് വോള്യത്തിൽ കൂടെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഒരു സെക്കൻഡിൽ, മറ്റത് അത് കൂടെ മറ്റേ അറ്റത്ത് യൂണിറ്റ് വോള്യത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. അപ്പോൾ n2 മൈനസ് n1 എന്താ? അകത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം n1, പുറത്തേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം n2. അപ്പോൾ n2 മൈനസ് n1 പറഞ്ഞാൽ എന്താ?
number of particles trapped within that volume. So this is number divided by volume. ഇപ്പോൾ ഒരു മുറിയുടെ അകത്തേക്ക് ഒരു റൂമിൻ്റെ അകത്തേക്ക് ഒരു 50 ആൾ പോയി എന്ന് വിചാരിച്ചോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കൂടെ ഒരു 30 ആൾ വെളിയിൽ വന്നു. അപ്പോൾ 50 - 30 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 20. ആ 20 എന്താ? അതിനകത്ത് ട്രാപ്പഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ്. അതുപോലെയാണ് ഇവിടെ അകത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം യൂണിറ്റ് വോള്യത്തിൽ യൂണിറ്റ് ടൈമിൽ പോകുന്ന ആൾക്കാർ, യൂണിറ്റ് വോള്യത്തിൽ കൂടെ യൂണിറ്റ് ടൈമിൽ പുറത്തേക്ക് വരുന്ന ആൾക്കാർ. അപ്പോൾ N2 - N1 പറഞ്ഞാൽ അതിനകത്ത് ട്രാപ്പഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ്. നമ്പർ ബൈ വോള്യം, ദിസ് ഈസ് 1/L³ ഓർ ദിസ് ഈസ് L⁻⁻3. അപ്പം എല്ലാവരും ആയി. സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. എല്ലാവരും നമുക്ക് കിട്ടി. N ആരാന്ന് മനസ്സിലായി, X2 - X1 ആരാന്ന് മനസ്സിലായി, N2 - N1 ആരാന്ന് മനസ്സിലായി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ എക്സ്പ്രഷൻ ഫോർ ആര്? ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ് D. ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റിൻ്റെ നമ്മൾ റീഅറേഞ്ച് ചെയ്തുണ്ടാക്കിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർമുലയിൽ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പ്രഷനിൽ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം. സോ ദെയർഫോർ ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ് D = എങ്ങനെ എഴുതാം? N എന്ന് പറഞ്ഞാൽ L⁻² ഇൻറ്റു T⁻⁻1. അതാണ് L. ഇനി അടുത്ത ആളാരാ? X2 - X1. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി, നമുക്കറിയാം അത് L ആണ്. ഡിവൈഡഡ് ബൈ ആരാളുള്ളത്? L⁻⁻3. എല്ലാവർക്കും സബ്സ്റ്റിറ്റ്യൂഷനായി. സോ വി ഹാവ് ഒബ്റ്റൈൻഡ് എവറിത്തിങ്. ദിസ് ഈസ് L⁻⁻3. എല്ലാവരും ആയില്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. L⁻⁻3 ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാം. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ എഴുതാം. L⁻⁻3 ഇവിടെ എഴുതും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കൊന്ന് വേണമെങ്കിൽ എല്ലാവരും മുകളിലേക്ക് കൊണ്ടുപോകാം. സോ L⁻² ഇൻറ്റു T⁻⁻1 ഇൻറ്റു L ഇൻറ്റു L⁻3. താഴെ കിടക്കണ L⁻3 മുകളിലേക്ക് പോയാൽ ആരാവും? L⁻3 ആവും. സോ ഇയാൾ ആരാണ്? L⁻⁻1. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദി ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റ്. അല്ലല്ല തെറ്റിപ്പോയി, ഇത് L⁻4 ആണ്. സോ L² T⁻⁻1. So the formula, dimension formula of diffusion constant is L² T⁻⁻1. That is our final answer. Clear ആയോ? എല്ലാ സ്റ്റെപ്പും ഞാൻ ബോർഡിൽ എഴുതിയിട്ട് ആവശ്യമുള്ളത് എഴുതിയെടുക്കുക. സോ ക്ലിയർ ആയതുകൊണ്ടെന്ന് വിചാരിക്കണം. ഡിഫ്യൂഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. Shall we proceed? Okay. Then we shall go to the next one. If E, M, J and G denote energy, mass, angular momentum and gravitational constant respectively, then E⁻² m⁵G² has the dimensions of. അതായത് E, M, J, G, they denote energy, mass, angular momentum and gravitational constant respectively. അപ്പോൾ നമുക്ക് എഴുതാം. ഒന്ന് മാറ്റട്ടെ. എന്തൊക്കെ തന്നിട്ടുണ്ട്? E⁻² m⁵G². E⁻² m⁵G². ഇയാളുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. ഇയാളുടെ ഡയമെൻഷൻസ് ആരുടെ ഡയമെൻഷൻസിന് സിമിലർ ആവുന്ന ചോദിക്കണം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: ലെങ്ത്, ആംഗിൾ, മാസ്, ടൈം. സോ നമ്മുടെ ജോലി ഇയാളുടെ ഇതിൽ കാണുന്ന ഓരോരുത്തരുടെയും ഡയമെൻഷൻ ഫോർമുലയോ സിമ്പിളോ എഴുതി സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ആരുടെ ഡയമെൻഷനാണ് തന്നിട്ടുള്ളത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ, അതിൽ ആരുടെ ഡയമെൻഷൻ ആയിരിക്കും ഈ കിട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും വേണം. സോ ഈ ആരാ? എനർജിയാണ്. ജെ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻ്റ് ആണ്. എം എന്ന് പറഞ്ഞാൽ മാസാണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓരോരുത്തരുടെയും ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് എഴുതാം. ഇ എന്ന് പറഞ്ഞാൽ ആരാണ്? എനർജി. എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താ? ml² T⁻². ജെ ആരാ? ആംഗുലർ മൊമെൻറ്റം. ഞാൻ ഇന്നലെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്ത് പറഞ്ഞു, ആംഗുലർ മൊമെൻറ്റത്തിനും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനും ഒരേ ഡയമെൻഷൻ ഫോർമുലയാണെന്ന്. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? mvr. അപ്പോൾ എന്ത് കിട്ടും? ml² T⁻⁻1. നമ്മൾ ഇപ്പോൾ ചെയ്തതിൽ തുടക്കത്തിൽ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി. mvr ml T⁻⁻1 ഇൻറ്റു L ml² T⁻⁻1. എം എന്ന് പറഞ്ഞാൽ മാസമാണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, സിമ്പിൾ മാത്രമേ ഉള്ളൂ. അവസാനത്തെ ആൾ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്, m⁻⁻1 L³ T⁻⁻2. എല്ലാവരുമായി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കിട്ടി. നേരത്തെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസറായി. ക്ലിയറായോ? വളരെ സിമ്പിളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമുക്കിതിൽ ഓരോരുത്തരായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്ക് പകരം ml² T⁻⁻2 ഇൻറ്റു ജെയ്ക്ക് പകരം
ml square t raised to minus 1 വെറും j സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരാ ഹോൾ സ്ക്വയർ ഉണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ m raised to 5 അത് m raised to 5 തന്നെ എഴുതാൻ പറ്റൂ കാരണം എന്താ ഫണ്ടമെൻ്റൽ അല്ലേ വേറെ ഒന്നുമില്ല ഇൻറ്റു ജി സ്ക്വയർ ജി ആരാ m raised to minus 1 l ക്യൂബ് t raised to minus 2 ഹോൾ raised to 2 ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം ബ്രാക്കറ്റ് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ചെയ്യാം മുകളിൽ എഴുതുമ്പോൾ ആദ്യം ഒരു ഡിവൈഡഡ് ബൈ വരയ്ക്കുക എപ്പോഴും ഈക്വൽ ടു ഇട്ടിട്ട് അതിന് നേരെ ഒരു ഡിവൈഡഡ് ബൈ വരയ്ക്കലാണ് എൻ്റെ ശരിയായ രീതി ചിലരുടെയൊക്കെ ഈക്വൽ ടു താഴെയും ഡിവൈഡഡ് ബൈ കുറേ മുകളിലും ആയിരിക്കും അങ്ങനെയല്ല ഒരു ഈക്വൽ ടു ഇടുക നേരെ ഒരു ഡിവൈഡഡ് ബൈ വരയ്ക്കുക അപ്പോൾ ഇത് ഇവിടെ ക്ലബ് ചെയ്തത് എം ആണ് എം സ്ക്വയർ ആണ് അപ്പോൾ എം ക്യൂബ് എന്ന് കിട്ടും ഇനി അടുത്ത ആരാ അടുത്ത ഇവിടെ എൽ സ്ക്വയർ ഉണ്ട് ഇവിടെ എൽ റേസ് ടു 4 ഉണ്ട് അപ്പോൾ എൽ റേസ് ടു 6 ആവും ഇനി ഇവിടെ ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു മൈനസ് 4 ആവും ഒരുമിച്ച് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം എം ഇവിടെ എം സ്ക്വയർ അപ്പോൾ എം റേസ് ടു 3 എൽ സ്ക്വയർ എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എൽ റേസ് ടു 4 എൽ സ്ക്വയർ എൽ റേസ് ടു 6 ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു മൈനസ് 4 എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എം പ്ലസ് എൻ ഞാൻ മുന്നേക്ക് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് താഴെ ഇവിടെ എം റേസ് ടു 5 എം റേസ് ടു മൈനസ് 2 അപ്പോൾ എം ക്യൂബായി ഇൻറ്റു ഇത് എൽ റേസ് ടു 3 ഹോൾ സ്ക്വയർ എൽ റേസ് ടു 6 ഇൻറ്റു ടി റേസ് ടു മൈനസ് 4 അടേടാ നോക്കുമ്പോൾ കണ്ട ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരേപോലുള്ള ആൾക്കാരെ എല്ലാം വെട്ടി മരിച്ചു ഇതാ വെട്ടിപ്പോയി എല്ലാം വെട്ടിപ്പോയി ഡയമെൻഷൻ ഇല്ല ഇനി വല്ലതും എഴുതണമെങ്കിൽ തന്നെ എങ്ങനെ എഴുതാം എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 0 ഇത് ആരുടെ ഡയമെൻഷനാണ് ഇത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഓപ്ഷൻസ് പരിശോധിക്കുക ലെറ്റ് us look at the options ആരൊക്കെ അവിടെ തന്നിരിക്കുന്നത് അവിടെ തന്നിരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ ലെങ്ത്ത് സിമ്പിൾ ഉണ്ട് എൽ ആംഗിൾ ആംഗിൾ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് യൂണിറ്റ് ഉണ്ട് റേഡിയൻ പക്ഷേ ഡയമെൻഷൻ ഇല്ല പിന്നെ അടുത്ത ആൾക്കാർ മാസ് ടൈം അവരൊക്കെ ഡയമെൻഷൻ ഉള്ളവരാണോ എല്ലാം ഫണ്ടമെൻ്റലാണ് സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആംഗിൾ ആണ് ഇതിൻ്റെ ഉത്തരം ക്ലിയർ ആയോ നല്ല ചോദ്യമാണിത് ഓക്കെ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ് എല്ലാ ഡയമെൻഷനും നമുക്ക് ഡയമെൻഷൻ ഫോർമുലയൊക്കെ ഓർമ്മ ഉണ്ടാവണമെന്ന് മാത്രം അല്ലെങ്കിൽ നിർത്തിയില്ലേ അത് ഓർമ്മ വെച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പ്രോപ്പറായിട്ട് തെറ്റ് കൂടാതെ സോ നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ടൈം ഇൻ ദാറ്റ് സിസ്റ്റം ഇൻ വിച്ച് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം ആൻഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കിലോഗ്രാം വെയ്റ്റ് ഇതൊരു വളരെ നല്ല ചോദ്യമാണ് അത് ഞാൻ ബോർഡൊന്ന് മാറ്റാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അതായത് what will be the unit of time in that system in which the unit of length is meter, unit of mass is kilogram and unit of force is kilogram weight. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫോഴ്സിൻ്റെ സാധാരണ നിലയ്ക്കുള്ള യൂണിറ്റ് ഫോഴ്സിന് 2 യൂണിറ്റ് ഉണ്ട് ദ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് SI യൂണിറ്റ് അത് കൂടാതെ ഒരു യൂണിറ്റ് ഉണ്ട് ദാറ്റ് ഈസ് കിലോഗ്രാം വെയിറ്റ് കെ സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത് ക്യാപിറ്റൽ എഴുതരുത് യൂണിറ്റ് എഴുതുമ്പോൾ കെ ജി വെയിറ്റിൽ പലരും കെ ക്യാപിറ്റൽ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കെ സ്മോൾ ലെറ്റർ ആണ് സയൻറ്റിസ്റ്റിൻ്റെ നെയിമൊക്കെ ആകുമ്പോഴാണ് ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങാൻ പറ്റൂ ഇത് സ്മോൾ ലെറ്ററിൽ എഴുതണം കിലോഗ്രാം വെയിറ്റ് ഇത് ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ് ആൻഡ് ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ടു 1 കിലോഗ്രാം വെയിറ്റ് ഈക്വൽ ടു എത്രയാണ് 9.8 ന്യൂട്ടൺ കിലോഗ്രാം വെയിറ്റ് കിലോഗ്രാം ഫോഴ്സ് ഒക്കെ ഒരാളാണ് 1 കിലോഗ്രാം വെയിറ്റ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ ഇത് ഓർമ്മയുണ്ടാവണം ഇനി നോക്കൂ നമ്മുടെ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടണാന്ന് പറഞ്ഞു ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ F ഈക്വൾ ടു MA മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം അതറിയില്ലേ F ഈക്വൾ ടു MA മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആക്സലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സോ 1 കിലോഗ്രാം മീറ്റർ എഴുതി തെറ്റിപ്പോയി സോറി 1 കിലോഗ്രാം ഡിവൈഡഡ് ബൈ നൽകിയിരിക്കണം ഡിവൈഡഡ് ബൈ അല്ല നേരെ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2 ഇതാണ് ഒരു ന്യൂട്ടൺ 1 ന്യൂട്ടൺ ഈസ് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2 അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമ്മളോട് ആരെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടൈമിൻ്റെ യൂണിറ്റിനെ മാത്രം ഒരു ഭാഗത്ത് നിർത്തുക അപ്പോൾ എന്തെഴുതാം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 ന്യൂട്ടൺ ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ സെക്കൻഡ് സ്ക്വയർ ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ ആക്ച്വലി ഇതിൻ്റെ അർത്ഥം എന്താണ്
മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും ആണെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. എന്താ പറഞ്ഞത്? ദ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം, ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ ആൻഡ് ദ യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്, ദെൻ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് വിൽ ബി ന്യൂട്ടൺ. ഇതിൽ ഒരാളുടെ യൂണിറ്റ് മാറിയാൽ ഉടനെ മറ്റേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ യൂണിറ്റും മാറണം. അപ്പോൾ നമ്മളിവിടെ എഴുതി സെക്കൻഡ് സ്ക്വയർ ഈക്വൾ ടു കിലോഗ്രാം മീറ്റർ ബൈ ന്യൂട്ടൺ എഴുതില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററും ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ആണെങ്കിൽ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ മാറ്റിയാൽ ഉടനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടൈമിൻ്റെ യൂണിറ്റ് മാറും. പക്ഷേ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പുതിയ സിസ്റ്റം ഒരാൾ കണ്ടുപിടിച്ചു. അതിൽ എന്താണ്? അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ടൈം ഇൻ ദാറ്റ് സിസ്റ്റം ഇൻ വിച്ച് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ, മാറ്റിയിട്ടില്ല. യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം, മാറ്റിയിട്ടില്ല. പക്ഷേ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കിലോഗ്രാം വെയ്റ്റ്. ഒരാളുടെ യൂണിറ്റ് മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിൽ ടൈമിൻ്റെ യൂണിറ്റ് എസ് ഡാഷ് ആണെന്ന് വിചാരിക്കുക. സോ എസ് ഡാഷ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം വെയ്റ്റ്. ഇതാണ് പുതിയ സിസ്റ്റത്തിലെ ടൈമിൻ്റെ യൂണിറ്റ്. ഈ കിലോഗ്രാം കൂടി വെട്ടരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചിലർ ചെയ്യും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ ആൾക്കാരെ കണ്ടാൽ വെട്ടി മരിക്കാൻ നമ്മുടെ കൈ ധരിക്കും. വെട്ടരുത്, വെട്ടിയ കൈ പൊള്ളും. ഇത് രണ്ടും രണ്ടാളാണ്. ഇത് കിലോഗ്രാം ആണ്, ഇത് കിലോഗ്രാം വെയിറ്റ് ആണ്. വെട്ടരുത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒന്നുകൂടി എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ ആരാണ് ഒരു കിലോഗ്രാം വെയിറ്റ്? ഇതാ കിടക്കണോ? 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വെയിറ്റ് ഈസ് 9.8 ന്യൂട്ടൺ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 1/2 എന്ത് കിട്ടും? സെക്കൻഡ് സ്ക്വയർ ബൈ സെക്കൻഡ് ഡാഷ് സ്ക്വയർ ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ ഇൻറ്റു 9.8 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ കിലോഗ്രാം മീറ്റർ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. കിലോഗ്രാം മീറ്റർ വെട്ടിപ്പോയി. ന്യൂട്ടൺ വെട്ടി. സോ സെക്കൻഡ് സ്ക്വയർ ബൈ സെക്കൻഡ് ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 9.8. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിനടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് എന്തെഴുതാം? സെക്കൻഡ് ഡാഷ് സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതും? സെക്കൻഡ് സ്ക്വയർ ബൈ 9.8. അപ്പോൾ വാട്ട് ഈസ് സെക്കൻഡ് ഡാഷ്? സെക്കൻഡ് ഡിവൈഡഡ് ബൈ റൂട്ട് 9.8. ദാറ്റ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഒരു സെക്കൻഡ് ഡാഷ് പുതിയ ടൈം സിസ്റ്റത്തിൽ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഡാഷ് ആണെങ്കിൽ ആ പുതിയ യൂണിറ്റും പഴയ ടൈമിൻ്റെ യൂണിറ്റായ സെക്കൻഡും തമ്മിൽ എന്താ ബന്ധം? സെക്കൻഡ് ഡാഷ് ഈക്വൽ ടു 1/√9.8 ഇൻറ്റു സെക്കൻഡ്. സോ നമ്മളുടെ ഓപ്ഷൻസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ കുറേ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, 1/√9.8 സെക്കൻഡ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ. സോ ദാറ്റ് ദോസ് ഇപ്പോൾ നമ്മളൊരു 3-4 പ്രോബ്ലംസ് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയേ ചെയ്യാം. സോ എല്ലാവരും വീഡിയോസ് കാണുക, കണ്ട് അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ട, അതിൽ അയച്ചു തന്നാൽ അങ്ങനത്തെ പ്രോബ്ലംസ് കൂടി നമ്മൾ അടുത്ത തുടർന്നുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അടുത്ത ചാപ്റ്ററിലെ വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.